കാര്യപരിപാടികളിലേക്ക് കടക്കുമ്പോൾ മഹിളാ കോൺഗ്രസ് ഒന്നടങ്കം പെരിയയിലാണ്. കാസർകോട്ടെ പെരിയയിൽ ഇല്ല ഇല്ല മരിക്കുന്നില്ല, ഇല്ല ഇല്ല മരിക്കുന്നില്ല, ജീവിക്കുന്നു ഞങ്ങളിലൂടെ, ജീവിക്കുന്നു ഞങ്ങളിലൂടെ, ജീവിക്കുന്നു ഞങ്ങളിലൂടെ, ജീവിക്കുന്നു ഞങ്ങളിലൂടെ. ഞങ്ങൾക്ക് വേണ്ടി മരിച്ചവരെ അഭിവാദ്യങ്ങൾ 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 അഭിവാദ്യങ്ങൾ. ഇല്ല ഇല്ല മരിക്കുന്നില്ല, ഇല്ല ഇല്ല മരിക്കുന്നില്ല, ജീവിക്കുന്നു ഞങ്ങളിലൂടെ, ജീവിക്കുന്നു ഞങ്ങളിലൂടെ, ജീവിക്കുന്നു ഞങ്ങളിലൂടെ, ജീവിക്കുന്നു ഞങ്ങളിലൂടെ. രക്തസാക്ഷികൾ അമരന്മാർ, രക്തസാക്ഷികൾ അമരന്മാർ, അമരന്മാരവർ ധീരന്മാർ, അമരന്മാരവർ ധീരന്മാർ, ജീവിക്കുന്നു ഞങ്ങളിലൂടെ, ജീവിക്കുന്നു ഞങ്ങളിലൂടെ. ആണായാലും പെണ്ണായാലും ഒരുവിധം എല്ലാവരും കരയുന്നു. അങ്ങ് പെരിയയിൽ പോയപ്പോൾ അങ്ങയുടെ പടങ്ങൾ, അങ്ങ് കരയുന്ന പടങ്ങളെല്ലാം വലിയ വാർത്തയായിരുന്നു. ഈ വൈകാരികമായ ഒരു അംശം അത് ഇലക്ഷനിൽ പ്രതിഫലിക്കുന്നതാണോ മനസ്സിലാക്കിയത്? അത് ഇലക്ഷന് വേണ്ടി ഒരിക്കലും അങ്ങനെ ഒരു രാഷ്ട്രീയവൽക്കരിക്കാൻ വേണ്ടി ഞങ്ങൾ ഇത്ര കൊലപാതകങ്ങൾ ഞങ്ങൾ ശ്രമിക്കാറില്ല. ഐ എം വെരി സാഡ്. അതിപ്പോൾ ഞാൻ ചോദിക്കട്ടെ, എൻ്റെ കൂടെ അന്നുണ്ടായിരുന്ന പത്രലേഖന്മാരെല്ലാം കരഞ്ഞല്ലോ, അവിടെ കൂടിയ ജനങ്ങൾ മുഴുവൻ കരഞ്ഞല്ലോ, ഹൃദയമുള്ളവരെല്ലാം തന്നെ കരയും. കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ കാപാലിക രാഷ്ട്രീയത്തിന് നേതൃത്വം കൊടുക്കുന്ന കുറച്ച് നേതാക്കന്മാരൊഴികെ ഹൃദയമുള്ള മുഴുവൻ ആളുകളും കരയും. ഹൃദയമില്ലാത്ത ചിലരൊക്കെ കോൺഗ്രസിലുണ്ട്, ആണായുമുണ്ട് പെണ്ണായുമുണ്ട്. ഞങ്ങൾ ആരും കരഞ്ഞ് ജീവിതം തീർക്കാൻ ഉദ്ദേശിക്കുന്നില്ല. കേരളത്തെ കലാപരഹിതമായിട്ടുള്ള, അക്രമരഹിതമായിട്ടുള്ള ഒരു കേരളമായി നവകേരളം സൃഷ്ടിക്കുക എന്നുള്ളത് തന്നെയാണ് ഞങ്ങളുടെ ലക്ഷ്യം. നവകേരളം സൃഷ്ടിക്കുക എന്നത് മുഖ്യമന്ത്രിയുടെ ലക്ഷ്യമാണല്ലോ, അദ്ദേഹമാണല്ലോ അത് പ്രഖ്യാപിച്ചത്. കേരളത്തിലെ മുഖ്യമന്ത്രി അന്തസ്സുള്ളവനാണെങ്കിൽ CBI അന്വേഷണത്തിന് ഉത്തരവിടുക എന്നുള്ളത് മാത്രമാണ് നിങ്ങളുടെ മുന്നിലുള്ള ഏക പോംവഴി എന്ന് പറയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. പക്ഷെ അതിന് തയ്യാറാകില്ല. കാരണം എന്താ? ശ്രീമതി KK രമ ഇവിടെ ഇരിക്കുന്നു, കോടതിയിലാണ് കേസ്, ഒരു സംശയവും വേണ്ട. അരിയിൽ ഷുക്കൂറിന്റെ കേസിലും വെട്ടിക്കൊലപ്പെടുത്തിയപ്പോ പെട്ടെന്ന് തന്നെ കോടിയേരി ബാലകൃഷ്ണന്റെയും CPM നേതാക്കന്മാരുടെയും പ്രസ്താവന വന്നു, ഞങ്ങൾക്ക് ഈ കൊലപാതകത്തിൽ ബന്ധമില്ല. CBI അന്വേഷിച്ചപ്പോഴ് ആദ്യം പട്ടി ഓടിയെത്തിയത് കേരളത്തിലെ CPM-ന്റെ ആസ്ഥാനമായിട്ടുള്ള AKG സെന്ററിലാണ് എന്ന് നിങ്ങൾ ആലോചിക്കണം. അങ്ങനെയൊന്നും ഉണ്ടായോ? CBI പട്ടിയുമായി വന്നു, എന്നിട്ട് അത് ഓടിച്ചെന്ന് AKG സെന്ററിൽ കയറിയോ? അങ്ങനെയൊരു സംഭവം എത്ര ആലോചിച്ചിട്ടും ഓർമ്മ വരുന്നില്ല. ഞാനൊന്ന് ചോദിക്കട്ടെ, 2 വനിതാ മന്ത്രിമാരുണ്ട്, ശൈലജ ടീച്ചറുണ്ട്, മേഴ്സിക്കുട്ടി അമ്മയുണ്ട്. ഈ 2 അമ്മമാരവിടെ ഇരിക്കുന്നുണ്ടല്ലോ, അവരെന്നെങ്കിലും ഈ കൊലപാതകത്തിൽ ഒന്ന് അപലപിച്ച് നമ്മൾ കണ്ടിട്ടില്ല. കക്ഷി രാഷ്ട്രീയത്തിലൂടെ കൂടെ മാത്രം നോക്കിക്കൊണ്ട് CPM നേതാക്കന്മാർ എഴുതി കൊടുക്കുന്ന കാര്യങ്ങൾ മാത്രം പറയുന്ന ഈ 2 വനിതാ മന്ത്രിമാരെ കുറിച്ചോർത്ത് ഞങ്ങൾ ലജ്ജിക്കുകയാണ്. അത് ന്യായം. മഹിളകളുടെ കണ്ണിലൂടെ നോക്കുമ്പോൾ ലജ്ജിക്കാൻ ന്യായമുണ്ട്. സുഹൃത്തുക്കളെ, CPM എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടിയെ നിരോധിക്കണം എന്നുള്ളതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഈ രാഷ്ട്രീയ പാർട്ടിക്ക് ജനങ്ങളുടെ ഇടയിൽ പ്രവർത്തിക്കുവാനുള്ള യാതൊരു തരത്തിലുള്ള അവകാശവുമില്ല. ഭാഗ്യം, നിരോധിച്ചതായി ഉത്തരവിറക്കിയിട്ടില്ല. അങ്ങനെ ചെയ്യണമെന്നൊരു അഭിപ്രായം പറഞ്ഞിട്ടേ ഉള്ളൂ. ഏതായാലും സൂക്ഷിച്ചാൽ CPM-കാർക്ക് നല്ലത്. അതുപോട്ടെ, കോൺഗ്രസിൽ വേറെന്തൊക്കെയോ നടക്കുന്നുണ്ട്. നമ്മൾ നേരത്തെ തീരുമാനിച്ചതനുസരിച്ച് ആദ്യമായി ശ്രീ ഉമ്മൻചാണ്ടി ഭദ്രദീപം കൊളുത്തി ഈ ചടങ്ങുകൾ ആരംഭിക്കണമെന്നാണ് നമ്മൾ തീരുമാനിച്ചത്. ആദ്യമായി ഭദ്രദീപം കൊടുത്താൽ അദ്ദേഹത്തിന് കോൺഗ്രസിന്റെ പുതിയ പടയാണ് മാധ്യമപ്പട. നമ്മുടെ പാർട്ടിയുമായി ബന്ധപ്പെട്ട വളരെ ആക്ടിവിസ്റ്റുകളായിട്ടുള്ള ഒരു നിരയാണ് ഇവിടെ എൻ്റെ മുന്നിൽ എനിക്ക് കാണാൻ സാധിക്കുന്നത്. നിങ്ങളുടെ പ്രവർത്തനം, പാർട്ടിയുടെ ഔദ്യോഗികമായ തലത്തിലുള്ള പ്രവർത്തനങ്ങൾക്ക് ഒരു ഭാഗത്ത് നടക്കുമ്പോൾ സാമൂഹ്യ മാധ്യമങ്ങളുടെ സാധ്യതകൾ പരമാവധി പ്രയോജനപ്പെടുത്തി, ദൃശ്യമാധ്യമങ്ങളുടെ, പത്രമാധ്യമങ്ങളുടെ സാധ്യതകൾ പ്രയോജനപ്പെടുത്തി, അതുപോലെ ഇതര ക്യാമ്പയിൻ
പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്തി നമ്മുടെ നിലപാടുകൾ, നമ്മുടെ സമീപനങ്ങൾ, ഇതര കക്ഷികളുടെ പൊള്ളത്തരങ്ങൾ, അവരുടെ ദുർനയങ്ങൾ, ജനദ്രോഹ നയങ്ങൾ ജനമനസ്സിലേക്ക് കൂടുതൽ എത്തിക്കാൻ വേണ്ടിയുള്ള ആ പ്രവർത്തനങ്ങളിൽ മുന്നണി പോരാളികളായി മാറാൻ സജ്ജമായി എത്തിച്ചേർന്നിട്ടുള്ള നിങ്ങൾ ഓരോരുത്തരെയും ഒരിക്കൽ കൂടി അഭിവാദ്യം ചെയ്യുന്നു. നമസ്കാരം. അതായത് കോൺഗ്രസിൻ്റെ സൈബർ പട പരിശീലനം പൂർത്തിയാക്കി വരികയാണ്. അവരുകൂടി അങ്ങ് ഇറങ്ങിയാൽ സോഷ്യൽ മീഡിയയിൽ ആറാട്ടായിരിക്കും. അത് സോഷ്യൽ മീഡിയ എങ്ങനെ ഉപയോഗിക്കുന്നു അതിനെക്കുറിച്ചൊക്കെ തന്നെ ഒരു ധാരണ വേണം. അല്ലാതെ പോകാൻ സാധിക്കില്ല. ഒരു പൊളിറ്റിക്കൽ പാർട്ടിയുടെ പ്ലാറ്റ്ഫോമിലും ആ പാർട്ടിയുടെ നേതാക്കന്മാരെ താഴ്ത്തുകയോ അല്ലെങ്കിൽ മറ്റു പാർട്ടിയുടെ ആരെങ്കിലും അധിക്ഷേപിക്കുകയോ ചെയ്യുന്നത് ശരിയല്ല. എന്ന് വെച്ചാൽ VT ബൽറാമിൻ്റെ ബ്രിഗേഡിനെ സൈബർ പടയിൽ എടുക്കില്ല എന്നാണോ സർവ്വസൈന്യാധിപൻ പറഞ്ഞു വരുന്നത്? VT ബൽറാമിന് അത്തരം ഒരു എന്താണ് പറയുന്നത്, അദ്ദേഹത്തിൻ്റെ ആരാധക വൃന്ദത്തെ പുറത്തെടുക്കുന്നത് ഞാൻ എതിർന്നില്ല. നല്ല കാര്യമാണ്. ഒരു കോൺഗ്രസ്സിൽ ഏതെങ്കിലും ഒരു നേതാവിന് അത്രയധികം ആളുകൾ ഉണ്ടാകുമ്പോൾ അതിന് മുതൽക്കൂട്ട് കോൺഗ്രസ് അല്ലേ, ഇതൊന്നും ഞാൻ ഡിസ്കറേജ് ചെയ്യുന്നില്ല. പക്ഷേ ഈ അനുയായികളെ വെച്ചുകൊണ്ട് നമ്മുടെ സഭ്യേതരമായ പദപ്രയോഗം ആർക്കെതിരായിട്ട് ഉപയോഗിച്ചാൽ അത് അംഗീകരിക്കാൻ സാധിക്കില്ല. കേട്ടല്ലോ. അതിനാൽ ഗാന്ധിജിയുടെ വചനങ്ങൾ, എൻ്റെ ജീവിതമാണ് എൻ്റെ സന്ദേശം എന്നതുപോലുള്ള ചെറിയ ചെറിയ വചനങ്ങൾ എല്ലാ യൂത്ത് കോൺഗ്രസ്സുകാരും പഠിച്ചു വെക്കണം. സോഷ്യൽ മീഡിയയിൽ പൊരുതാൻ.